കാസർഗോഡ് പൈവളികയിൽ 3 ആഴ്ച മുൻപ് കാണാതായ 15 വയസ്സുകാരിക്കായി വ്യാപക തെരച്ചിൽ. പ്രിയേഷ് പ്രഭാവതി ദമ്പതികളുടെ മകൾ ശ്രുതിയെയാണ് ഫെബ്രുവരി 12 മുതൽ കാണാതായത്. 42 വയസ്സുകാരനായ പ്രദേശവാസിയെയും അതേ ദിവസം മുതൽ കാണാനില്ല. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ, ശ്രുതിയെ കാണാതായത് 3 ആഴ്ച മുൻപാണ്. അന്ന് തന്നെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നില്ലേ? അന്വേഷണം അന്നേ ആരംഭിച്ചിരുന്നില്ലേ? കാസർഗോഡ് പൈവളിക മണ്ടേക്കാപ്പിൽ പ്രിയേഷ് പ്രഭാവതി ദമ്പതികളുടെ മകൾ ശ്രുതിയെ ഫെബ്രുവരി 12 മുതലാണ് കാണാതായത്. അതേ ദിവസം തന്നെ പ്രദേശവാസിയും ഓട്ടോ ഡ്രൈവറുമായ ഒരു 42-കാരനെയും കാണാതായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് അന്ന് തന്നെ അന്വേഷണം നടത്തിയെങ്കിലും വിവരം ഒന്നും ലഭിച്ചിരുന്നില്ല. തുടക്കത്തിൽ ഇവർ രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. പിന്നീട് അത് ഓഫ് ചെയ്ത അവസ്ഥയിലാണ്. തുടക്കത്തിൽ തന്നെ ഇത് പരാതി വന്നിരുന്നു. പരാതിയെ തുടർന്ന് പ്രദേശത്തുള്ള 100ഓളം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും കൂടുതൽ വ്യക്തതയൊന്നും ആ സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചും പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടും ഫലം ലഭിച്ചില്ല. ഈ കാസർഗോഡ് മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള CCTVകൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ മടിക്കേരി, അതോടൊപ്പം കർണാടകയിലെ വിവിധ സ്ഥലത്തുള്ള ബന്ധുവീടുകളിലും അന്വേഷണം നടത്തിയെങ്കിലും അവിടെയൊന്നും ഇവർ എത്തിയില്ല എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ആ സ്വഭാവത്തിൽ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതോടെ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പെൺകുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലെ ഹെബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുമ്പള പോലീസിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ 3 ടീമുകളായി ആ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത്. രാവിലെ മുതലാണ് ഇങ്ങനെ വ്യാപകമായൊരു തെരച്ചിൽ നടത്തുന്നത്. ഇവർ രണ്ടുപേരും ഒരേ ദിവസമാണ് മിസ്സായത്. അവരുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ അവരെക്കുറിച്ചൊരു വിവരവും ലഭിച്ചിരുന്നില്ല. തുടക്കത്തിൽ ഇവരുടെ ഫോൺ റിംഗ് ചെയ്തിരുന്നു. പിന്നീട് അത് ഓഫായ നിലയിലാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇവർ സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അവരെക്കുറിച്ചുള്ള കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല. മംഗളൂരു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളുടെ CCTVകളുടെ പരിശോധനയിലും അവർ കാസർഗോഡ് പൈവളികയിൽ നിന്ന് 3 ആഴ്ച മുൻപാണ് ശ്രുതിയെ കാണാതായത്. ശ്രുതിക്കായി വ്യാപക തെരച്ചിൽ നടത്തുകയാണ് പോലീസ്. ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.